ഹോർമുസ് കടലിടുക്കിലെ യുഎസ് ഉപരോധം ആരംഭിച്ചു. മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ തടയാൻ ട്രംപ് നിർദ്ദേശം നൽകി. തടയാൻ ശ്രമിച്ചാൽ ഇറാനിയൻ കപ്പലുകളെ കടലിൽ മുക്കുമെന്നും ഭീഷണി. സൈന്യം എന്തിനും തയ്യാറാണെന്നും ഹോർമുസ് ഉപരോധിക്കാനുള്ള ശേഷി ട്രംപിനില്ലെന്നും ഇറാൻ പരിഹസിച്ചു. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഇപ്പോൾ ഇതാ ഹോർമുസ് കടലിടുക്കിലെ യുഎസ് ഉപരോധം ആരംഭിച്ചിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഇറാനും തയ്യാറായിരിക്കുന്നു. കൂടുതൽ യുദ്ധത്തിലേക്ക്, കൂടുതൽ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് വേണോ മനസ്സിലാക്കാൻ? അനുശ്രീ, ഈ ഹോർമുസിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അത് ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. മേഖലയിൽ അമേരിക്ക അവരുടെ ഉപരോധം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ സമയം 7:30 മുതലാണ് അമേരിക്കയുടെ ഉപരോധം ആരംഭിച്ചതായിട്ട് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. മേഖലയിലൂടെ പോകുന്ന എല്ലാ ഇറാനിയൻ കപ്പലുകളെയും, അതുപോലെ ഇറാന്റെ തീരത്തേക്ക് പോകുന്ന കപ്പലുകൾ, അതുപോലെ ഇറാന്റെ തീരത്ത് നിന്ന് തിരിച്ചു പോകുന്ന കപ്പലുകൾ, ഇവയെ എല്ലാം ഒരേപോലെ തടയാനാണ് ട്രംപ് ഇപ്പോൾ US നേവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ആരംഭിച്ചതായിട്ട് നേവൽ ഫോഴ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് ഈ ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെ അദ്ദേഹം ഒരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റും ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിൽ ട്രംപ് കൂടുതൽ അവകാശവാദങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ പോസ്റ്റിൽ ട്രംപ് പറയുന്നു, ഇറാന്റെ ഏതാണ്ട് 158 കപ്പലുകളെ അമേരിക്ക കടലിൽ മുക്കിക്കഴിഞ്ഞു. എന്നാൽ അവരുടെ ഈ ഫാസ്റ്റ് അറ്റാക്കിംഗ് ഷിപ്പുകൾ അത് ഞങ്ങൾ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഈ ഫാസ്റ്റ് അറ്റാക്കിംഗ് ഷിപ്പുകൾ എന്നതുവഴി ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇറാന്റെ ചില ചെറിയ കപ്പലുകളെയാണ്. ഈ ചെറു കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ശത്രുക്കൾക്ക് മേൽ അതിവേഗം ആക്രമണം നടത്തുമായിരുന്നു. ഇത് അമേരിക്കയും കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത്. എന്നാൽ ട്രംപ് ഈ പോസ്റ്റിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഈ ഫാസ്റ്റ് അറ്റാക്കിംഗ് ഷിപ്പുകൾ അത് ഒരിക്കലും US നേവിക്ക് ഒരു ഭീഷണിയല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ അവയെ ആക്രമിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ആരംഭിച്ചിട്ടുള്ള ഈ ഉപരോധം അതിനെ തടയാനായിട്ട് ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ ഈ കപ്പലുകളെയും കടലിൽ മുക്കുമെന്നാണ് ട്രംപിന്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ കപ്പലുകൾ, ഇതേ ഫാസ്റ്റ് അറ്റാക്കിംഗ് ഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനു മുൻപേ US നേവിക്ക് നേരെ ഇറാൻ നടത്തിയിട്ടുള്ള ചില ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. എന്നാൽ അവയെല്ലാം AI ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അന്ന് അവയെല്ലാം നേരിട്ടത്. എന്നാൽ ഈ ഒരു കപ്പലുകൾ അത് തീർത്തും ഈ ഹോർമുസ് കടലിടുക്കിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു ഷിപ്പുകളാണ്. ഇവ വെച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഹോർമുസ് കടലിടുക്കിനെ ഉപരോധിക്കാനും ഈ ടോൾ പിരിവിനായിട്ടും അതുപോലെ മൈനുകൾ സ്ഥാപിക്കാനും എല്ലാത്തിനും ഇറാൻ ഉപയോഗിച്ചു വന്നത് ഈ ഒരു ഫാസ്റ്റ് അറ്റാക്കിംഗ് ഷിപ്പുകൾ തന്നെയാണ്. എന്തായാലും അമേരിക്കൻ ഉപരോധം ആരംഭിച്ചിട്ടുണ്ട്. ട്രംപിന്റെ മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത് ഇറാൻ എങ്ങാനും US-ന്റെ ഈ ബ്ലോക്കേജിനെ തടയാനായിട്ട് വന്നാൽ വെനസ്വേലയ്ക്ക് നേരെ അമേരിക്ക എന്തായുധമാണോ പ്രയോഗിച്ചത് അത് ഇറാന് നേരെയും പ്രയോഗിക്കുമെന്നുള്ളതാണ്. അതായത് ഈ വെനസ്വേലയിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്താൻ, ഈ മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ചെറു ബോട്ടുകളും ഈ ഫാസ്റ്റ് ബോട്ടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. ഇവയെല്ലാം US നേവി വെടിവെച്ചിട്ടിരുന്നു. ഇത്തരത്തിൽ ഈ ഇറാന്റെ ഈ ചെറു കപ്പലുകൾ ഇവ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇറാൻ തുനിയുകയാണെങ്കിൽ ഇത്തരത്തിൽ US-ലേക്ക് എങ്ങനെ ഡ്രഗ് കടത്താൻ ശ്രമിച്ച അത്തരം ഫോഴ്സുകളെ US നശിപ്പിച്ചോ അതേപോലെ തന്നെ ഇറാന്റെ കപ്പലുകളെ നശിപ്പിക്കുമെന്നും ട്രംപ് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഈ ഒരു ഭീഷണിയെ വളരെ പുച്ഛത്തോടെ തന്നെ ഇറാൻ തള്ളിക്കളയുകയാണ്. ഇറാനിലുള്ള ഒരു മുതിർന്ന ലോ മേക്കറിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുകയാണെങ്കിൽ US-ന്റെ കപ്പലുകളെ കടലിൽ മുക്കി താഴ്ത്തും, കടൽ തന്നെ നശിപ്പിക്കും എന്നതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഭീഷണി എന്ന് പറയുന്നത്. അതുപോലെ ഇറാന്റെ ഈ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയുടെ ഒരു എക്സ്പോസ്റ്റും ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം അമേരിക്കയെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. അതായത് അമേരിക്ക ഈ യുദ്ധം തോൽക്കുമെന്നായപ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതുപോലെ ഇതേതാണ്ട് സ്വന്തം മുഖത്തിനോട് വെറുപ്പ് തോന്നി മൂക്ക് മുറിച്ച് കളയുന്നത് പോലെയാണ് അമേരിക്കയുടെ പ്രവൃത്തിയെന്നും ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ പ്രതിരോധ
പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ സേന പറയുന്നത് തങ്ങൾ എന്തിനും സജ്ജമാണ് എന്നതാണ്. എന്തായാലും അവരുടെ നേരത്തെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നത് IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന തന്നെയായിരുന്നു. അവർ ഈ ഒരു ഉപരോധത്തെ പറ്റി പറഞ്ഞത് ഇറാന്റെ ഈ തുറമുഖങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലുള്ള ഒരു തുറമുഖവും സുരക്ഷിതമാകില്ല എന്നാണ് IRGC നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെയും അവിടെ നിന്ന് തിരിച്ചു വരുന്ന കപ്പലുകളെയും തടയാനുള്ള ഈ US-ന്റെ നടപടി അത് തീർച്ചയായിട്ടും ഹോർമുസിൽ മറ്റൊരു സംഘർഷമുഖം തുറക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായിട്ടും ഇത്തരമൊരു നടപടിയിലേക്ക് US കടന്നാൽ അത് ഇറാനെ കൂടുതലായി സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ഇതിനെതിരെ ഇറാൻ ശക്തമായി തന്നെ പ്രതികരിക്കും. അപ്പോൾ അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ വെടിനിർത്തൽ അത് ഒരു ഫലമില്ലാതെയാകും. പുതുതായി ഒരു സംഘർഷമുഖം കൂടി പ്രദേശത്ത് തുറക്കാനും സാധ്യതയുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ലിയോ 14 മാർപ്പാപ്പ. യുദ്ധത്തിനെതിരെയുള്ള സമാധാനാഹ്വാനങ്ങൾ സുവിശേഷത്തിലുള്ളതാണെന്നും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ഭരണകൂടത്തെ ഭയമില്ലെന്നും മാർപ്പാപ്പ.